ഈ സിനിമ ഒരു ലോജിക്കില്ലാത്തതാണ്, ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ്, ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. എൻ്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരില്ലേ, പുതിയതെന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന് മുമ്പുള്ള സംവിധായകരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇയാൾക്ക് പുതിയ സംവിധായകരൊന്നും ഇല്ല. ഇപ്പം ഞാൻ വന്ന പുതിയ സംവിധായകരുടെ കൂടെ പോകാന്ന് വെച്ചാൽ അതും കുഴപ്പമെന്ന് പറയരുത് കേട്ടോ. എനിക്ക് ലാലേട്ടൻ്റെ റിയൽ ആയിട്ടുള്ള മാനറിസംസ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ അതിൽ കൈയടി വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റേജിൽ. മൊത്തത്തിൽ ചൂടായതുകൊണ്ട് ആ ചൂടാർന്നില്ല. അപ്പം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, പാരച്യൂട്ടിൽ ആൾക്കാരെ ഇറങ്ങാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് 3-4 കുട കൂട്ടി വെച്ചിട്ട് ചാടിയ കറക്റ്റാവൂലേന്ന്. നമ്മൾ ടച്ച് ചെയ്യുന്ന പറഞ്ഞാൽ വന്നോടനെ ചേർത്ത് പിടിച്ച് ഒരു അമ്മൂമ്മ വന്നിട്ട് ഉമ്മയൊക്കെയൊക്കെ ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശരിക്കും ഈ പ്രസ് മീറ്റ് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശരിക്കും കഴിഞ്ഞ 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന നമ്മുടെ ശ്രീനേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയത്. അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വൈകി. അങ്ങനെയാണ് ഇന്ന് എന്താണെങ്കിലും നിങ്ങളൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇന്നിവിടെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാൻ ശ്രീനിവാസൻ. ധ്യാന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഗംഭീരമായിട്ടൊരു പ്രസ് മീറ്റ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ ധ്യാനും പിന്നെ ഇതിനൊന്നും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് 2020 പടം കഴിഞ്ഞിട്ട് ഓരോ സീനിലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന വേറൊരു സിനിമയുടെ ഒരു രൂപമാണ് ബബ്ബ അതിലൂടെ നമ്മൾ കണ്ടത്. അതിൻ്റെ കഥ ഫാഗിനും നൂറും എന്ന് പറഞ്ഞപ്പോൾ ഇത് വേറൊരു ജോണറിൽ സംഭവിക്കുന്നൊരു സിനിമ. ഇത് സിനിമ എന്നല്ല, ഒരു എന്താ പറയുക, തിയേറ്ററിൽ ഹരമുണ്ടാക്കുന്ന ഒരു ഫാൻ മെയ്ഡ് മൂവി. ഒരു ലോജിക്കും ഇതിനകത്തില്ല. അത് നമ്മൾ ആദ്യമേ തന്നെ കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇതിൽ ലോജിക്കൊക്കെ പിടിക്കാൻ പോയാൽ ഭയങ്കര കുഴപ്പമാണ്, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ നമ്മൾ നോ ലോജിക് എന്നുള്ളത് പറഞ്ഞത്. ലാലേട്ടൻ തന്നെ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമയെ കീറിമുറിക്കുന്ന രീതിയിൽ, ആ സിനിമയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വന്നാൽ അവർക്ക് ദഹിക്കില്ല, അങ്ങനെയുള്ള ഒരു സിനിമ കാണണ്ട എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു അവകാശവാദങ്ങളും ഇല്ലാതെ തിയേറ്ററിൽ ആഘോഷമാക്കുക. നമ്മൾ ധനജയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങളൊക്കെ നിങ്ങളുടെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വീണ്ടും ചെയ്തു തരണം. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ലാലേട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. കാരണം തിയേറ്ററിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ആവേശം, ആ സന്തോഷമൊക്കെ നമ്മൾ കണ്ടാണ്. ഒരു വലിയ ഗ്രാൻഡിയറിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരിലും ഒരു ഭ്രാന്തനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞ ഒരു നൂലുമേക്കൂടി ഉള്ളതാണ്. അങ്ങോട്ട് പോയാൽ ഭ്രാന്ത്, ഇങ്ങോട്ട് വന്ന നോർമൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സിനിമ തുടങ്ങിയിരിക്കുന്നത്. ഈ സിനിമ ആഘോഷിക്കാനുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു 8-10 വർഷങ്ങൾക്കിടയിൽ തിയേറ്ററിൽ പ്രേക്ഷകരും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന താരങ്ങളും തമ്മിൽ വെച്ചാൽ പ്രേക്ഷകർ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിലെ ഓരോ ആൾക്കാർ വരികയും അവർ പറയുന്ന തമാശകളോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞാൽ അതൊക്കെ ഇവരും അതിൻ്റെ പാർട്ടാവുക. സ്ക്രീനിൽ ഡാൻസ് നടക്കുന്ന സമയത്ത് തിയേറ്ററിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇറങ്ങി നിന്ന് ആ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞു തുടങ്ങിയിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ ആവേശം ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഭയങ്കര ഒരു എന്താ പറയുക, ആഘോഷം, ഒരു ഉത്സവം നടക്കുന്ന പോലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക.
ഇപ്പം ഞാൻ പല തിയേറ്റർ വിസിറ്റ് പോലെ ഒന്ന് പോവുകയുണ്ടായി. അപ്പോഴൊക്കെ പലരും വന്ന് പറഞ്ഞു, ഞങ്ങൾ എത്ര കാലമായി എന്നറിയോ ഇതുപോലെ സിനിമ രസിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുകയും അതിന് ചുക്കാൻ പിടിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടി ആ സിനിമ നിർമ്മിക്കാൻ തയ്യാറായ ഗോപാലേട്ടനെയും, ഗോകുലം മൂവീസിൻ്റെ ഗോപാലേട്ടനെയും, കൃഷ്ണമൂർത്തിയെയും, മറ്റുള്ള ബൈജു ബായ്, ഗോപാലേട്ടൻ്റെ മകൻ, അതുപോലെ പ്രവീൺ, ഇവരെയൊക്കെ ഈ സമയത്ത് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത് അവരുള്ളത് കൊണ്ടാണ്. ഇത്രയും വലിയ ക്യാൻവാസിൽ, അതുപോലെ തന്നെ ധനഞ്ജയ്ക്ക് ഇത്രയും താരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് സിനിമ ഉണ്ടാക്കാൻ പറ്റിയതും ഈ ഒരു ബാനറിൻ്റെ കീഴിലുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതൊരു ക്യാമിയോ ചെയ്യുന്ന എസ് ജെ സൂര്യ സർ. അപ്പം അവരുമൊക്കെ ഒരു ഗംഭീര സിനിമയുടെ ഭാഗമാവുക, ഒരു എൻ്റർടൈനർ, അല്ലാതെ നമ്മൾ മഹത്തരമായിട്ടൊന്നുമല്ല. ഈ ക്രിസ്മസ് കാലം ഒരു ഉത്സവമാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സിനിമ പ്രവർത്തകർ ചിന്തിച്ചിട്ടുള്ളത്. അപ്പം ആ ആഘോഷം ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു. കാരണം ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നത് സിനിമയ്ക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വന്നപ്പോൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസ്സുമായിട്ട് സംസാരിക്കാം. കാരണം നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണ്, സിനിമ കണ്ടതിന് ശേഷമാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിത് മറച്ചു വെച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്, നേരെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മളിപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിലും നമ്മൾക്ക് ഈ സിനിമ വലിയ ഒരു രീതിയിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ അഭിനയിച്ച ഒരു സിനിമ, ഇതിപ്പോൾ എൻ്റെ സിനിമ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ധനഞ്ജയുടെ ആദ്യത്തെ സിനിമയാണ്. ഫാഹിനും നൂറും ചെയ്യുന്ന അവരെഴുതിയ ആദ്യത്തെ സിനിമയാണ്. അതുപോലെ ഈ സിനിമ കൊണ്ട് ഇതിൽ ലാലേട്ടനുണ്ട്, എസ് ജെ സൂര്യയുണ്ട്, അശോകേട്ടനുണ്ട്, ബാലു വർഗീസ് ഉണ്ട്, വിനീത് ഉണ്ട്, ധ്യാനുണ്ട്, ദേവേട്ടനുണ്ട്, സാൻഡി മാസ്റ്റർ ഉണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ നീണ്ട നിര തന്നെയാണ് ഈ സിനിമയുടെ. ശരണി ചേച്ചി തുടങ്ങിയ ഒരുപാട് ആൾക്കാർ നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ അതുപോലെ എടുത്തു പറയേണ്ട ഒരാൾ ബൈജു സന്തോഷ്. ബൈജു ഭായ് ഇതിൽ വല്ല പ്രധാനപ്പെട്ട വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഈ സിനിമ ഷൂട്ടിങ്ങിന് ആൾക്കാരെ കൊണ്ടുവരുന്നേക്കാളും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിലേക്ക് എല്ലാവരും ഒത്തു കിട്ടുക എന്ന് പറയുന്നത്. പലരും ഷൂട്ടിങ്ങിലും ഒക്കെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് കഴിഞ്ഞു പോയി. അപ്പം അതുകൊണ്ടൊക്കെ നമ്മളെന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ടുകൾ വളരെ ആഗ്രഹിക്കണം. മുന്നോട്ടും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ ആവട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റ്. താങ്ക് യു. താങ്ക് യു തിരുവട്ട. തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങൾ. ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല. അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 10-30 വർഷമായിട്ട് ഈ കൈയടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ. കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആരുടെ മുമ്പിൽ ആടി തിമിർക്കാനാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, അതുപോലെ എൻ്റെ ഡയറക്ടർ. ഇപ്പോൾ ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല. ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോവും. പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ്. വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ദിലീപേട്ട ഒരു കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ. കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവങ്ങളാണ്, അതൊന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് നമുക്കതെങ്ങനെയാണെന്ന് ആലോചിക്കാം. നമുക്കൊരു ഭ്രാന്തം പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത്. സിനിമ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്, നമ്മളിതൊരു ഭ്രാന്തൻ പോക്കാണ്, ഇതിൻ്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിൽ ധനഞ്ജയുടെ ഇത് തന്നെയായിരുന്നു. ഞാൻ ഇൻ്റർവൽ സീക്വൻസിൽ പാട്ടിടുന്ന വിഷയം, മിസ്റ്റർ ബട്ട്ലറുടെ പാട്ടിടുമ്പോൾ അപ്പം ഞാൻ ധനഞ്ജയ് ഇത് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ട് ഇടുന്നുണ്ട്. അപ്പം അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല കേട്ടോ, അത് കറക്റ്റാവും. അങ്ങനെ നമ്മൾ 2 പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള 2 പാട്ട്. കാരണം ആ പാട്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ.
അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് മാറ്റി കഴിച്ച്, പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിപ്പോ ഇതിങ്ങനെ ഒരു സിനിമ, ഈ സിനിമയിൽ മാത്രമേ ഇമ്മാതിരി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ധനജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ. ധനജയിന്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ സിനിമ ഇപ്പൊ നമ്മൾ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു, അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാവാം. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു. ഈ സിനിമയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. ഈ സിനിമയിൽ ഒരു നായികയില്ല, പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു, അതൊന്നും തന്നില്ല. പിന്നെ അപ്പൊ ടൈലന്റൊക്കെ വേറെ തരത്തില്ലേ. എന്തായാലും എനിവേ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ 10 ദിവസം, ഇപ്പൊ നമ്മുടെ സിനിമകൾ വന്ന 10 ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ 3 ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയും അധികം ആളുകൾ ഇത്രയും വൈഡ് റിലീസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണിത്. 400-500 എത്രയോ സെന്റേഴ്സിൽ, 450 എത്രയോ സെന്റേഴ്സിലുണ്ടായിരുന്നു. ഞാൻ പക്ഷെ അതിനൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ളൊരിതാണ്. ഞാൻ ധനജിയോട് പറഞ്ഞത്, എൻ്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരില്ലേ, പുതിയതെന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനെപ്പോഴും ധനജിയോട് പറയും, അത് വേണോ, പുതിയ ഇല്ലാട്ട, ഇത് ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ്, പിന്നെ നമ്മൾ ഇന്റർവെല്ലിന് പോകുന്ന ചേസ് നടക്കുമ്പോഴുള്ള റെഫറൻസുകൾ, അപ്പോൾ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞൊരു സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക്. ലാലേട്ടനെ കൊണ്ട് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമയിൽ തന്നെ അതിൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത്, മുണ്ട് ഉരിയുള്ള അടി, കാല് ഇതാക്കല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം, ഇതൊരു എന്താ പറയുക, ഒരു വെറുതെ ഹൈപ്പ് ഉണ്ടാക്കുക എന്ന് പറയുക. അതാണ് തുമ്മുമ്പയ്ക്കും മണ്ണൊക്കെ ഇങ്ങനെ എയറിലേക്ക് പോക്കുക. സാധാരണ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല സംഗതി, എടാ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവോടാ, ഇത് നമ്മൾ ചോദിക്കും, എന്ത് മനുഷ്യന്മാരല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിൽ തന്നെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ കുറേയൊക്കെ ഇപ്പോഴത്തെ ഒരു വേർഷനിൽ ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട. അത് ജനത്തിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവാതെ ഇങ്ങനെയാണ് കണക്റ്റഡ്. സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരാണ്, വിനീതിൻ്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്പൂൺ ഫീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ ഇപ്പം നിങ്ങൾ കണ്ട സിനിമയിലേക്ക് എത്തിയത്. ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് ഏകദേശം 34 വർഷമായി. നമുക്ക് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ്. സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ്. ഇതൊന്നും പഠിച്ചാൽ തീരൂല എന്ന് പറഞ്ഞാൽ ദിവസവും ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇപ്പോൾ ഇന്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നു, ഇന്ന നടക്കുന്നുണ്ട്, ഇങ്ങനെ സാധനം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം പുതിയത് കണ്ടുപിടിക്കുക. പിന്നെ പുതിയ ശരിക്കും ഞാൻ ഇവരോടൊക്കെ പറയേണ്ടത്, നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം. അപ്പോഴാണ് നമ്മൾക്കും വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോൾ നമുക്കും പുതിയ നോളജാണ്. അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ, ഇത് വേണോട്ടോ, അങ്ങനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരാം. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാന്മാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയത് എന്തെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും അതിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ അതിൻ്റെ ഭാഗമാവുമല്ലേ. ഇതിന് മുമ്പുള്ള സംവിധായകരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇയാൾക്ക് പുതിയ സംവിധായകരൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ വന്ന പുതിയ സംവിധായകരുടെ കൂടെ പോകാന്ന് വെച്ചാൽ അതും കുഴപ്പമെന്ന് പറയരുത് കേട്ടോ. ഇല്ല, ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരുടെ കൂടെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നു തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ.
ഞാൻ ചെയ്തിട്ട് എത്രയോ സിനിമകളുണ്ട്. പുതിയ ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട്, പുതിയ നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പുതിയ സംവിധായകർ സുന്ദരദാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഒരുപാട് പേരുടെ സിനിമയിൽ അഭിനയിച്ചു. ജോണി ആൻ്റണി, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമ ജോണിയുടെ ഞാൻ നിർമ്മിച്ച. അന്ന് ജോണി പുതിയ ആളാണ്. അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ വിനീതിൻ്റെ ആദ്യത്തെ സിനിമയാണ്, അത് നിർമ്മിച്ചത് നമ്മൾ തന്നെ. അപ്പോൾ പുതിയതായാലും പഴയതായാലും കണ്ടന്റ് എന്ത് എന്നുള്ളതാണ് നമ്മളിലേക്ക് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്, പഴയതായാലും പുതിയതായാലും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം. ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ സിനിമകൾ ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടന്റ്, നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാവുണ്ടോ അതിലെ പ്രമേയം ഇഷ്ടമാവുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന താരം വരുന്നതുകൊണ്ട് ഈ സിനിമ ഇത്ര ദിവസം ഓടും അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു, ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന്. ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. സിനിമ മോശമാണ് എന്നൊരു ഫീൽ കിട്ടിയാൽ നോൺ ഷോയ്ക്കുള്ളിൽ അത് അറിഞ്ഞാൽ ആ രാത്രിക്കുള്ളിൽ ആ ഒറ്റ ദിവസത്തെ കളക്ഷനുള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് ആ സിനിമ വിട്ടു. അപ്പോൾ പ്രമേയത്തിനാണ് ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കുന്നത്. അത് ആരുടെ സിനിമയിലും പ്രമേയം നന്നായാൽ സിനിമ അത് ക്യാരി ചെയ്ത് സിനിമ എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയില്ലേ. അപ്പോൾ പുതിയ സംവിധായകർ നല്ല നല്ല സംഭവങ്ങളായിട്ട് വരട്ടെ. പഴയ സംവിധായകരുടെ സുഹൃത്തുക്കൾ തന്നെയാണ്, അവർ നല്ല സംഭവമായിട്ട് വന്നാൽ ഞാൻ അവരുടെ കൂടെ പോകും. ഈ കഥാപാത്രം എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇവരോട് ചോദിക്കുന്നത് ഞാൻ ശരിയാണോ ചെയ്യുന്നത്, ഇതിങ്ങനെ മതിയോ, ഇത് ഇത്രത്തോളം മതിയോ എന്ന് ഇവർ ഓക്കെ പറയുന്ന ആ രീതിക്ക് തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. മനസ്സിലായില്ലേ? കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് പോലും നിശ്ചയിച്ചത് ഇവരാണ്. ഇങ്ങനെ ഇതാണ് നമുക്ക് വെച്ചാൽ അതിപ്പോൾ അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ലാലേട്ടൻ വരെ എപ്പോഴും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടറെ എന്താ പറയുക ഭയങ്കര വാല്യൂ കൊടുത്ത് ഡയറക്ടർ പറയുന്നത് അങ്ങനെ തന്നെ മീൻസ് ഒരു ഇതുമില്ലാണ്ട് പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അത് പുള്ളിക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളതല്ല, ആ ഡയറക്ടർ എന്താഗ്രഹിക്കുന്നു അത് കൊടുക്കുന്നു. നമ്മൾ ചിലപ്പോൾ ആർഗ്യുമെന്റിലെങ്കിലും പോകും, അല്ലാതെ കുഴപ്പമാവണില്ലേ അത് ഇതാവണില്ലേ എന്ന് ചോദിക്കുന്ന ലാലേട്ടൻ 1-2 തവണ പറയും. അത് കഴിഞ്ഞ് ലാലേട്ടൻ വിടും, ശരി അദ്ദേഹത്തിന് അതാണ് ആവശ്യമെങ്കിൽ കൊടുത്തേക്കാം. നമ്മൾ പിന്നെ ആർക്കും ഇതത് വാങ്ങിച്ച് നമുക്ക് ചോദിക്കാൻ നിൽക്കും, നമ്മുടെ രീതിക്ക് ആക്കാൻ ശ്രമിക്കും. ആക്കാൻ രീതിക്കല്ല, നമ്മൾ പറഞ്ഞത് അത് വേണ്ടേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ ഇരിക്കും. പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും ഇവർ ഉണ്ടാക്കിയ ഇവർ കണ്ട സിനിമയിലേക്കാണ് നമ്മളെല്ലാം. ഈവൻ ഞാൻ അത്ഭുതപ്പെട്ടത് ഈ ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് വിനീത് ശ്രീനിവാസൻ. ഈ വിനീത് പോലും ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് എല്ലാവരും ഇതിനെ ബിഹേവ് ചെയ്തത്. വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ധ്യാൻ വിനീതുള്ള സീക്വൻസ് നിങ്ങൾ കണ്ടതാ, നമ്മൾ ഒരുപാട് തിയേറ്ററിൽ പൊട്ടിച്ചിരിച്ചു പോയതാ. കാരണം ഡേറ്റ് ലൈഫിൽ ധ്യാൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയുന്ന തമാശകള് ഇതൊക്കെ അതാണ്. എൻ്റെ വീട്ടിൽ എന്നെ എൻ്റെ അച്ഛനെയും പറയണോടാ അതൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചാ. അപ്പൊ ഞാൻ അത് സ്ക്രീനിലാണ് കാണുന്നത്, എനിക്ക് അപ്പൊ കോമ്പിനേഷൻ ഇല്ല. അപ്പൊ ഞാനത് കണ്ടിട്ട് ഞാൻ ധ്യാനോട് ചോദിച്ചു, ധ്യാൻ ഇത് എങ്ങനെയാണ് നീ പെർഫോം ചെയ്തത്? കാരണം ഒരു ചിരി പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ, ചേട്ടാ അത് വർഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതോടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാൻ പറ്റി എന്ന് പറയാം. അപ്പൊ അതൊക്കെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ വിനീത ദേഷ്യമോ അതൊന്നുമല്ല. അപ്പൊ ആ ഒരു രസകരമായിട്ട് വിനീതും ധ്യാനും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ നിൽക്കുക. കാരണം ഇതൊരു സ്പൂഫാണ്. ഇപ്പൊ വിനീത് തന്നെയാണ് ഈ മറ്റേ ചെന്നൈ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ള സ്ഥലം. കാരണം അത് വിനീതിന്റെ ഉള്ളിൽ അത് ഭയങ്കര കുഴപ്പമാണെങ്കിൽ ധനഞ്ജയ് ഒരിക്കലും അത് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോൾ അത് ഡബ് ചെയ്ത് വെച്ചത് വിനീത് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ സിനിമയെ സ്പൂഫായിട്ട് കാണുകയും മറ്റുള്ളവർ കളിയാക്കുന്നതിനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു വിശാലമായ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതിനകത്ത്. നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒന്നിനെയും ഇവർ സിനിമ ഉണ്ടാക്കുന്ന സമയത്തും കഥ പറയുന്ന സമയത്തും ഇവരാരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരിവാരത്തേക്കാനോ ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല. അത് ഐ എം ഡാം ഷുവർ. പക്ഷേ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഹേർട്ടായി ഇവർ.
കാരണം ഒരു സിനിമ പണ്ടൊക്കെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ആകുമ്പോൾ നമുക്ക് എഡിറ്റിംഗ് ടേബിൾ അപ്പം തന്നെ മറ്റേ പ്രൊജക്ടർ റൂമിൻ്റെ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്രയും അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ച് വിട്ടാൽ മതി. ഇന്നതല്ല. ഇന്ന് ഒരു സീൻ തൂക്കണമെങ്കിൽ അതിൽ 2 ഡയലോഗ് മാറ്റണമെങ്കിൽ എത്ര പ്രോസസ്സാണെന്ന് അറിയാമോ? അത് പിന്നെ പോയി സെൻസറിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരണം, എന്നാലേ ക്യൂബിൽ ഇത് പിന്നെ ലോഡ് ചെയ്യുള്ളൂ. ഒരുപാട് സമയമെടുക്കും. പിന്നെ ഒരു മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല. എനിക്ക് ലാലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണ് മിമിക്രി എന്ന സമയത്ത്. അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടൻ്റെ ഉറച്ചിച്ചിയുടെ മുമ്പിലാണ്. അതിനുശേഷം ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ റിയൽ ആയിട്ടുള്ള മാനറിസംസ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ അതിൽ കൈയടി വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റേജിൽ. സിനിമയിലെ ആൾക്കാരുടെ മുമ്പിലും റിയൽ മോഹൻലാൽ എന്താണ്, എങ്ങനെയാണ് പെർഫോം ചെയ്യണേ എന്നുള്ള രീതിയിലും ഞാൻ പെർഫോം ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് എനിക്ക് ഒരുപാട് അഭിനയം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് യാദൃശ്യമായിട്ട് വർണ്ണപ്പകിട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി. പിന്നെയാണ് ഈ പറയുന്ന പോലെ 2020 ക്രിസ്ത്യൻ ബ്രദേഴ്സ് എല്ലാത്തിലും അനിയൻ്റെ ക്യാരക്ടറായിരുന്നു. പിന്നെയാണ് ചൈന ടൗൺ. എനിക്ക് തോന്നുന്നു ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഒരു 14 വർഷം കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം അതെന്തായാലും ആ ഒരു കെമിസ്ട്രി നാച്ചുറലി നമുക്ക് സ്ക്രീനിൽ ഉണ്ടായേക്കാം. കാരണം ബേസിക്കലി നമ്മളൊക്കെ ഇപ്പം എൻ്റെ സീനിയേഴ്സാണ്, മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും. ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ. അപ്പം അന്ന് മുതൽ നമുക്ക് എനിക്ക് ആരോടും ഒരു ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പോയിട്ട് 2020 ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഞാൻ രാവിലെ പോയിട്ട് നമുക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാൻ പോകാം. ഞാൻ ഇപ്പുറത്തെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ അതല്ല, ഞാൻ അവരുടെ മുമ്പിൽ എന്താണ് കാര്യം, എൻ്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് അവരാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ എന്താണ് എന്ന് പറയുന്നത് അവർക്ക് 100% എൻ്റെ ഒരു ട്രാവൽ അറിയാവുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അവരുടെ സിനിമയിൽ തന്നെ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ പോലും ചോദിക്കാറില്ല. എന്തിനാണ് അവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അതിൽ ആരാണ് സ്ക്രീൻ സ്പേസ് ഇത്രയും, ആരാ സ്കോർ ചെയ്യണേ, അതൊന്നും ഞാൻ ചോദിക്കാറില്ല. ഇത്രയും സിനിമകളിൽ ഞാൻ അവരോട് അഭിനയിച്ച ഈ 4 പേരോട് അഭിനയിച്ച സിനിമയിൽ ഞാൻ ഒന്നും ചോദിക്കാതെ പോയിട്ട് അഭിനയിക്കുക ചെയ്യാറ്. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അവരിലുള്ള വിശ്വാസമൊക്കെയാണ്. അപ്പം ഈ ഇഷ്ടമായിരിക്കും ആ സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യാന്ന്. ഇവരെടുത്തതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചഞ്ചൽ എന്ന് പറഞ്ഞിട്ട് റിയാസ് ഭായി ഒരു വണ്ടിയായിട്ട് വരുന്നത് നിങ്ങളത് അതിൻ്റെ വേറെ വേർഷൻ വളരെ റൺവേയിൽ കണ്ടിട്ടുള്ളതാണ്. പരമശിവം ഇടയിൽ കയറി വേറെ ആൾക്കാർക്ക് പണി കൊടുക്കാനും മുമ്പിൽ കയറി വരുന്ന ഒരു സാധനമൊക്കെ. അപ്പോൾ അതങ്ങനെ തന്നെ വേണം. അതൊക്കെ ഭയങ്കര ഓളമാണ് തിയേറ്ററിലുണ്ടാക്കിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന തലമുറ ഇതുപോലെ നമ്മൾ സ്ക്രീനിൽ അങ്ങനെ ആടി വിളയാടുന്ന ഒരു സംഭവം സ്ക്രീനിൽ കണ്ടിട്ടില്ല, ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 8-10 വർഷമായിട്ട് അല്ലേ. ഇപ്പോഴത്തെ നമ്മൾ പറയില്ലേ, ഇപ്പം എന്താ പറയുക, ന്യൂ ജനറേഷൻ ഒരു മെച്യൂർഡ് ഇതിലേക്ക് വരില്ലേ, ഒരു യൂത്തിലേക്ക് വരുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മളങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു കളികളായിട്ട് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് അതിപ്പോൾ എല്ലാവരും കുറേ കമൻസുകളും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ സിനിമയിലൂടെ അവരുടെ മുമ്പിലെത്താൻ പറ്റി. അത് ശരിയാണ്. ഈ സിനിമയിലൂടെ യൂത്തിൻ്റെ ഭയങ്കര സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർ ചെറിയ മിനി സ്ക്രീനിൽ കണ്ട കാര്യങ്ങൾ അവർ ബിഗ് സ്ക്രീനിൽ വേറെ രീതിയിൽ കണ്ടു. അത് ധനിച്ചയുടെ കാൽക്കുലേഷൻ, അവരുടെ ചിന്ത, അത് വർക്കൗട്ടായി. നമുക്ക് ഈ സ്പൂഫ് ചെയ്യുമ്പോൾ നല്ല സംശയം ഉണ്ടായിരുന്നു, ഇത് ബാക്ക് ഫെയർ ചെയ്യോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. അതാണ് ഇതൊരു ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് വിട്ടേക്കണത്. മൊത്തത്തിൽ ചൂടായതുകൊണ്ട് ആ ചൂടാർന്നില്ല. ഇല്ല, അത് ആ സമയത്ത് ഈ ഗ്ലാസ് പിടിച്ച് ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ പോക്കറ്റാണ് കണ്ടത്. അതിനകത്ത് വെച്ചപ്പോൾ ഇവരത് ഓക്കെ അങ്ങോട്ട് വിട്ടു. അതാണ് ഉണ്ടായത്. പിന്നെ അങ്ങനെയുള്ള സാധാരണ നമ്മൾ കുടിക്കുമ്പോൾ ഇത്തിരി ചൂട് കുറച്ച ചായയൊക്കെ വെക്കുള്ളൂ. നമ്മളിങ്ങനെ ധനിച്ചിങ്ങനെ പറഞ്ഞു. അപ്പം എനിക്കും തോന്നി, കാരണം വെച്ചാൽ മണിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും മണീനെ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ പറഞ്ഞു നല്ല കാര്യമാണത് എന്നുള്ളത് പറഞ്ഞു.
പിന്നെ അത് ആദ്യം ഇവർ ആ പാട്ട് മൊത്തത്തിൽ ബട്ട്ലറുടെ പാട്ട് ഇടാന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ അത് അതിനേക്കാൾ നല്ലത് വേറെ പാട്ടും കൂടി എടുക്കുക. അപ്പോഴാണ് മണിയുടെ പാട്ട്, പിന്നെ ലാലേട്ടൻ്റെ പടത്തിലെ പാട്ടും. അപ്പം ശരിക്കും പ്രേക്ഷകൻ ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒരു അടുത്ത എൻട്രി വരാൻ പോവുകയാണെന്ന് ചിലപ്പോൾ ഇതാ. പക്ഷേ ലാലേട്ടനോട് കൂടുതൽ ഇഷ്ടമുള്ള ആളെ മോഹൻലാൽ ഫാൻസൊക്കെ ആ സമയത്ത് നാച്ചുറലി ലാലേട്ടൻ ഈ സിനിമയിലുണ്ടെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വരവുണ്ടാവും. അപ്പം എല്ലാവർക്കും ആഘോഷമാക്കുക എന്ന് പറയില്ല. അപ്പം യൂത്തിന് ഏറ്റവും കൂടുതൽ ആഘോഷമാക്കാവുന്ന പാട്ടുകളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഗോപി മിക്സ് ചെയ്യുകയും അല്ലെ റീമിക്സ് ചെയ്യുകയൊക്കെ ചെയ്തു. അല്ല, ഒരുപാട് ആൾക്കാർ വന്ന് സ്നേഹത്തിലൂടെ സംസാരിക്കുകയും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്ന മൊമെന്റ് അതിൽ എന്നെ ഹേർട്ട് മീൻസ് നമ്മൾ ടച്ച് ചെയ്യുന്ന പറഞ്ഞാൽ വന്നോടനെ ചേർത്ത് പിടിച്ച് ഒരു അമ്മൂമ്മ വന്നിട്ട് ഉമ്മയൊക്കെയൊക്കെ ചെയ്തു. മീൻസ് അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഈ നേരെ കണ്ടിട്ടില്ല, ഒന്നുമില്ല, എന്നെ സ്ക്രീനിലൂടെ മാത്രം കണ്ട് നമ്മളോടുള്ള സ്നേഹം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലേ നമ്മുടെ ഒരു സിനിമ വന്ന സമയത്ത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കാലം അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ വന്ന് എടുത്തു പറയേണ്ട പടങ്ങളിലൊന്നാണ് പപ്പ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഇപ്പം ഇന്നലെയൊക്കെ നമ്മൾ തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ആവേശം, അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കവിതാ തിയേറ്ററിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും കൂടി വന്നു. പിന്നെ ഇപ്പം അതിന് ശേഷമാണ് ഫാമിലി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊടുപുഴ ആശീർവാദ് സിനിമാസിൽ പോയപ്പോഴാണ് ഫാമിലിയുടെ ഇടയിൽ നിന്നാണ് ഒരു അമ്മൂമ്മ ഓടി വന്നിട്ട്, പിന്നെ അത് ഞകത്ത് വന്നപ്പോൾ ആ പൂപ്പിന് കുറേ പേര് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ. കണ്ണെപ്പോഴും നിറയുന്ന അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കണ്ണറിയിലാണ്. നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിൽക്കുന്നു എന്ന് പറയുന്നില്ലേ. എൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ കാലമായി. ലാസ്റ്റ് ഇറങ്ങിയത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ആ സിനിമയ്ക്കും സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ്. പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാകുലരാവുകയും ഈ സിനിമയെ മോശമാക്കുന്നതിനെതിരെ പ്രതികരിച്ച് നമ്മളാരുമല്ല, പ്രേക്ഷകരാണ് പ്രതികരിച്ചത്. ഈ സിനിമ ഒരു ലോജിക്കില്ലാത്തതാണ്, ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ്, ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. പിന്നെ അതിന് റിവ്യൂ പറഞ്ഞത് ഭയങ്കര അതിൻ്റെ എനിക്ക് മനസ്സിലാവുള്ള അതിൻ്റെ എന്താ. പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ. അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും, അതിന് അവർക്ക് ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേഴ്സാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണും. അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക. അതെല്ലാം കാണാം, കേൾക്കാം, പക്ഷെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് എടുക്കണം, എന്ത് കാണണം, എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കണം. അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ വേറെ ആൾ പറയുന്ന കേട്ട് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്ന ഒരാൾക്കാരായി മാറിപ്പോകും. അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിൽ ആര് പറയണം കേൾക്കാം, ആരുമായിട്ട് എന്ത് ഷെയർ ചെയ്യാം, എല്ലാം ശരിയാണ്. പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കണം എന്നുള്ളത്. ഇപ്പം ഞാൻ ഇതുവരെയും റേറ്റിംഗ് നോക്കിയിട്ടോ ഒരു അഭിപ്രായം കേട്ടുള്ളൂ. ഞാൻ ഒരാളുടെ സിനിമ കാണാൻ തീരുമാനിച്ചാൽ അതിൻ്റെ റേറ്റിംഗ് പോലും ഞാൻ നോക്കാറില്ല, അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കേൾക്കാറില്ല. ഞാൻ പോയി തന്നെ സിനിമ കാണും, അതെന്നെ ആസ്വദിച്ചു, ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാവും. ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ ഈ സിനിമ OTT വന്നപ്പോഴാണ് കണ്ടേ, ഞങ്ങൾക്ക് എത്ര മിസ്സായി എന്ന് പറയുക, തിയേറ്ററിൽ ഞങ്ങൾ ആ റിവ്യൂ വായിച്ചിട്ടാണ് ഞങ്ങൾ പോകാതിരുന്നത്. റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് അവരുടേതായ ഒരു അജണ്ട ഉണ്ടാവും. അത് എല്ലാ സിനിമകൾക്കും. ഇപ്പം നമ്മൾ പല സിനിമകളും, ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ, പല ഡയറക്ടേഴ്സിൻ്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ. ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന, അയാൾ കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു.
സത്യമാണ്. നമ്മൾ 150 രൂപ കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായോ ഇല്ലയെന്ന് തീരുമാനിക്കാനുള്ള ഇതൊക്കെ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവുക. അത് ഒരുപാട് പേര് ബാധിക്കുന്നുണ്ട്. സർക്കാരിനെ ബാധിക്കുന്നില്ലേ? എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവന്ന് ഓട്ടോറിക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ? തൊട്ടടുത്തുള്ള ചായക്കടയിലെ ആൾക്ക് ഗുണം കിട്ടുന്നില്ലേ? എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര മോശട്ടോ ആണ്, ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു, ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു. അപ്പോൾ എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത്. അത് നമ്മൾ എന്തിനാ അങ്ങനെ ഇത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നത്? CD മൂസ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ടേസ്റ്റ് ദ ബ്ലണ്ടർ എന്നാണ്. ബ്ലണ്ടറാണ്. ഇപ്പം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, പാരച്ചൂട്ടിൽ ആൾക്കാരെ ഇറങ്ങാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് 3-4 കുട കൂട്ടി വെച്ചിട്ട് ചാടിയ കറക്റ്റാവൂലേന്ന്. നമ്മുടെ വിഡിത്തങ്ങളായ ചിന്തകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കണ കാര്യം പറഞ്ഞില്ലേ, എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് നിന്ന് വന്നിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുഴുവൊക്കെ അടിക്കൂലേ, പുഴുവൊക്കെ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഇതിനകത്ത് പറയണ്ടേ ജയ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്കിന് ജയ. ഈ ജയ എന്നുള്ള പേര് മിക്കവാറും ആൾക്കാരെ എടുത്തിട്ട് എന്തെങ്കിലും പറയും ജയ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലുള്ള എനിക്ക് മീൻസ് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. CD മൂസയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാവും, നമുക്ക് റെഡിയാക്കാം. കാരണം വെച്ചാൽ ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിൻ്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിൻ്റെ നമ്മുടെ ആ പടത്തിൻ്റെ PR തന്നെ കുറേ പേരുണ്ടായിരുന്നു. ആ സിനിമ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഏത് തരത്തിലെ സിനിമയാണ്, നാളെ ഇതിനെന്ത് സംഭവിക്കാൻ പോകണമെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ, നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത്. ആ സിനിമ ഇപ്പം 2-3 തലമുറയായിട്ട് ആ സിനിമയെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ഇന്നും അതിൻ്റെ 2ാം ഭാഗത്തെക്കുറിച്ച് സംസാരിക്കണം. എഫേർട്ട് എടുക്കാൻ എല്ലാവരും എഫേർട്ട് എടുക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ, അല്ലേ? അപ്പം അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു 3-4 പേര് അതിനെക്കുറിച്ച് സിൻസിയറായിട്ട് സംസാരിക്കും, ചർച്ച ചെയ്യും എന്നുണ്ടാണ് ഫോർ എ ബെറ്റർ പ്രോഡക്റ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് പുതിയ തലമുറയിൽ വന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ നേരത്തെ ധ്യാനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി വലിയ സംഭവമുള്ള ഒരാളാണ്. ഇത്രയും സംഭവമുണ്ട്, ചങ്കൂറ്റമുണ്ട്, പറയേണ്ട കാര്യങ്ങൾ സിൻസിയറായിട്ട് മുഖത്തേക്ക് പറയാനും അറിയാം, നർമ്മം ഉണ്ടാവില്ലേ, അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. അതുപോലെ തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് പേരുണ്ട് അതിന് വേണ്ടിയിട്ട്. നമ്മളൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ലേ, അതിൽ നിന്നാണ് ദൈവം അനുഗ്രഹിച്ച് ഈ ഒരു അവസരക്ക് എത്തിയത്. അന്ന് തുടക്കം ഞാൻ ലാലും എനിക്ക് തോന്നുന്നു ചമ്പക്കുളത്തച്ഛൻ എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതിൻ്റെ അപ്പുറം നിൽക്കുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം വിനീത് ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. ഒരു ഷോട്ടിൽ അപ്പം അവിടുന്ന് ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെയാണ്. അല്ലാണ്ട് നമ്മുടെ മിടുക്ക് മാത്രമല്ല, പിന്നെ ദൈവാനുഗ്രഹം, ഒരു ഭാഗ്യം. പക്ഷെ അന്ന് ആ ഒരു ക്യാരക്ടർ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. ഏതാണ്? ഒരു റോസാപ്പൂവായിട്ട് ഒരു പെൺകുട്ടിയിലെ അന്ന് ഞാൻ സാറിൻ്റെ കൂടെ, ഞാൻ കമൽ സാറിൻ്റെ കൂടെ മാത്രമേ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ജോർജ് സാർ. ഇന്നും അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഇന്നും അസിസ്റ്റൻ്റ് ഡയറക്ടർ തന്നെ. കമൽ സാറിൻ്റെ കൂടെ ചെയ്യുമ്പോഴും കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ലയൺ എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയപരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണ്. ഇപ്പോൾ വേറൊരു ഒരു ആർട്ടിസ്റ്റ് ചെയ്തെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ മീറ്റർ മാറി ഇച്ചിരി സീരിയസ് ആവുന്ന സിനിമയാണ്. ദിലീപേണ്ണൻ്റെ കറക്റ്റ് മീറ്റർ എവിടേക്കാണ് കോമഡി അവിടെ കോമഡി, സീരിയസ് ആവേണ്ട സ്ഥലത്ത് സീരിയസ്, കയ്യടിക്കേണ്ട സ്ഥലത്ത് കയ്യടി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതെന്താണ്, ഇപ്പോൾ ദിലീപേണ്ണല്ല വേറൊരു ആർട്ടിസ്റ്റാണ് ചെയ്യണമെങ്കിൽ ആ പടം എങ്ങനെയാവുമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മൾ അതിൽ നർമ്മത്തിൽ കൂടിയാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് അയാളുടെ ഹീറോയിസും ഉണ്ട്.
കാരണം അന്ന് ഞാൻ ജോർജ് സാറിനോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഇതിന് ഞാൻ ഓക്കെയാണോ? കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആയിട്ടാണ് അഭിനയിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഞാൻ ഓക്കെയാണോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ്. ആ സിനിമ നന്നായി ഓടുകയും ചെയ്തതാണ് ആ സമയത്ത്. കൺവിൻസിങ് ഒന്നുമില്ല, എല്ലാം ധനഞ്ജയ് പറയുന്ന പോലെ തന്നെ പുള്ളി ചെയ്തു. പിന്നെ ഇടവും പാലവും ലാലേട്ടനും നമ്മളൊക്കെ നിൽക്കണോണ്ട് പുള്ളി ആ ഹരത്തിൽ അങ്ങോട്ട് ഗംഭീരമായിട്ട് അങ്ങോട്ട് ഡാൻസ് ഒക്കെ ചെയ്തു. കണ്ടില്ലേ? കണ്ടു അതാ ചോദിച്ചത്. ആളെ പുള്ളിക്കാരനെ കൺവിൻസ് ചെയ്യാൻ വല്ല പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചു. ഇല്ലില്ല, പൈസ കൊടുക്കുമ്പോൾ ആരെങ്കിലും ഡാൻസ് കളിച്ചു. അല്ല, പുള്ളിക്കാരനല്ല പൈസ ഇറക്കണത്. അപ്പൊ അത് അല്ല, അതാ പറഞ്ഞത്, എങ്ങനെയും പെട്ടെന്ന് തീർക്കാതെ പറയില്ലേ. ആൻറ്റി മാസ്റ്റർ വന്ന് പഠിപ്പിക്കുന്നു, ഇപ്പുറത്ത് ലാലേട്ടൻ പഠിക്കുന്നു. നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടുപേരും അത്ര യൂണിഫോമിൽ ചെയ്യണം. ഇവരാണ് ഭയങ്കര ഷാർപ്പായിട്ട് പഠിപ്പിക്കുന്നു. ലാലേട്ടൻ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഗ്രേസ് ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ അത് രണ്ടും നോക്കിക്കണ്ട് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ അതിനു മുമ്പ് എനിക്ക് സത്യം പറഞ്ഞ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമുള്ള ഒരാളാണ്. പിന്നെ ഈ മീശമാധവനിലും CID മൂസയിലും അവിടെ തുടങ്ങി കുറേ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബി ഹൗസിൽ ബല്ല ബല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങനെ. അപ്പോൾ ഓരോ സമയത്ത് ഇത് കഴിച്ചിലായി കഴിയുമ്പോൾ എന്ന് പറയുന്നൊരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരാൾ അല്ല. അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മറ്റുള്ള ഇതുപോലെയൊന്നും അല്ല വെച്ചാൽ റൈറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകളിലൂടെ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ സമൂഹത്തിലെ ആക്ഷേപഹാസ്യത്തിൽ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ജെന്യുവിനായിട്ടുള്ള ഒരാൾ, മനുഷ്യസ്നേഹി, പിന്നെ നല്ല ചങ്കൂറ്റ ഒരാൾ. പിന്നെന്താ പറയുക, അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ, നല്ല കലാസ്വാദകൻ, പ്രസൻസ് ഓഫ് മൈൻഡ്, ഹ്യൂമർ സെൻസ്. അത് എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു അവതാരം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ വളരെ ഭാഗ്യവാനാണ് ആ കാര്യത്തിൽ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങിയ ആ സമയം മുതലുള്ളൊരു അടുപ്പമുണ്ട്. അദ്ദേഹം എല്ലാ തരത്തിലുള്ള സിനിമകളെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ്. ഒരിക്കൽ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട്, ദിലീപ് ഒരു വേറെ ടൈപ്പ് സംഭവം വന്നിട്ട് കേട്ട് നോക്കൂ, എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാം. അപ്പം എൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞ് കേട്ടപ്പോൾ ചോദിച്ചിട്ട് ഇത് വേറെ തരത്തിൽ. എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമയുടെ തുടക്കം ആ സിനിമയാണ് പാസഞ്ചർ. ആ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ വേറെ തരത്തിലുള്ള അതിനും ഈ സ്ക്രിപ്റ്റിലും ഒക്കെ ശ്രീനേട്ടൻ്റെ സൂപ്പർവൈസേഷൻ എന്ന് പറയുന്ന പോലെ കയ്യും ഒക്കെ ഉണ്ട് ആ സിനിമയിൽ. അപ്പോൾ അതുപോലെ ഡയറക്ടറായിരുന്ന സമയത്ത് അദ്ദേഹം രണ്ട് സിനിമയല്ലേ ചെയ്തു. ആ രണ്ട് സിനിമയും നമുക്ക് എടുത്തു വെക്കുന്ന രണ്ട് സിനിമകൾ തന്നെയായിരുന്നു. അപ്പം എല്ലാ സ്ഥലത്തും ശ്രീനിവാസൻ എന്താ പറയുക, ഒരു മറക്കാൻ പറ്റാത്ത ലെജൻഡ്. നമുക്ക് അഭിമാനിക്കാവുന്ന, എടുത്തു പറയുന്ന, നമ്മളോട് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ശ്രീനേട്ടൻ.